ഇന്ന് ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ്, ബഹുമാനപ്പെട്ട ഡീൻ കുര്യാക്കോസ് എം പി, ശ്രീ റോയ് കെ പൗലോസ് MLA, കളക്ടറും SP ഞങ്ങൾ ഏതാനും പ്രദേശങ്ങൾ ഇന്ന് ജില്ലയിൽ പോയിരുന്നു. ഒപ്പം തന്നെ MLA-മാരായ സിറിയക് തോമസും ശ്രീ രാജയും സേനാപതി വേണുവും അടക്കം അതാത് സ്ഥലങ്ങളിൽ അവരും കോർഡിനേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ കോൺഫറൻസിങ് കഴിഞ്ഞു. ജില്ലയിലെ എല്ലാ തഹസിൽദാർമാരുമായിട്ടുള്ള വീഡിയോ കോൺഫറൻസിങ് കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 29 വില്ലേജുകളെ ബാധിച്ചിട്ടുണ്ട് ഈ ഇടുക്കി ജില്ലയിൽ. 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 9 ലാൻഡ് സ്ലൈഡ്സും 74 ലാൻഡ് സ്ലിപ്സും ഉണ്ടായിട്ടുണ്ട്. 14 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 69 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 9 ക്യാമ്പുകൾ ഇപ്പോഴുണ്ട്, നിലവിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വീടുകളുടെ എണ്ണത്തിലും മാറ്റം വരാം. പിന്നെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് യെസ് ഇടുക്കി ജില്ലയിൽ അഫക്റ്റഡ് വില്ലേജസ് 29. 2 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 9 ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുണ്ട്. 74 ലാൻഡ് സ്ലിപ്സ് ഉണ്ടായിട്ടുണ്ട്. 14 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 69 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ 9 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കണക്കുകളിൽ മാറ്റമുണ്ടാവാം, കാരണം വീടുകളുടെയൊക്കെ എണ്ണം ചിലത് ഇപ്പോൾ വരുന്നുണ്ട്. ചെറിയ മണ്ണിടിച്ചിലുകൾ റിമോട്ട് ഏരിയാസിലുള്ളത് റിപ്പോർട്ട് ചെയ്ത് വരികയാണ്. ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് കഴിഞ്ഞപ്പോഴാണ് ക്യാമ്പിൻ്റെ എണ്ണം ഒരെണ്ണം കൂടി വർദ്ധിച്ചത്. അടിയന്തര സാഹചര്യങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ക്യാമ്പ് തുടങ്ങാനുള്ള നിർദ്ദേശം ഓൾറെഡി കൊടുത്തിരുന്നു. അതനുസരിച്ച് എല്ലായിടത്തും ക്രമീകരണങ്ങൾ നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മാറ്റുന്നതിൽ തടസ്സങ്ങളൊന്നും തന്നെ കൈവന്നില്ല. വളരെ വേഗതയിൽ തന്നെ ആൾക്കാരെ അതാത് അപകടകരമായ സ്ഥലങ്ങളിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോഴും ഇവാക്യുവേഷൻ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, റവന്യൂ അധികൃതർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ അടക്കം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാവണം. ഇന്നിപ്പോൾ വീഡിയോ കോൺഫറൻസിങ്ങിൽ ചിലരെ മാറാൻ കൂട്ടാക്കുന്നില്ല എന്ന റിപ്പോർട്ട് തഹസിൽദാർമാർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എവിടെയെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അധികൃതർ പറയുന്ന അനുസരിച്ച് മാറാൻ എല്ലാവരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകമായിട്ട്. ഇപ്പോൾ എല്ലാ രീതിയിലുമുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. NDRFൻ്റെ 34 അംഗ സംഘമുണ്ട്. പോലീസിനെ, ഫയർഫോഴ്സിൻ്റെയും ഒപ്പം തന്നെ സിവിൽ ഡിഫൻസും വോളണ്ടിയേഴ്സിൻ്റെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോർഡിനേറ്റഡ് പ്രവർത്തനങ്ങളാണ് വളരെ കൃത്യതയോടെ ഇന്നിവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് മുന്നൊരുക്കങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്യാമ്പുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ ചെക്കപ്പ് അടക്കം ഈ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ഞാൻ ഏതാനും ക്യാമ്പുകൾ നേരിട്ട് പോയിരുന്നു. അവിടെ എല്ലാം മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ഒപ്പം തന്നെ മറ്റ് ഭക്ഷണ സൗകര്യങ്ങളും എല്ലാം അതിനോടനുബന്ധമായ ക്രമീകരണങ്ങൾ ഇന്നിവിടെ നടത്തി പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നാഷണൽ ഹൈവേസിലെ ഡാമേജ് ഉൾപ്പെടെ ഞങ്ങൾ അസസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് ഇപ്പോൾ പരിക്കേറ്റവർക്ക് ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായും സൗജന്യമായി തന്നെ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് ആവശ്യമായ നിലയിലുള്ള പരിശോധനാ സംവിധാനവും ചികിത്സാ സൗകര്യങ്ങളും ഇപ്പോൾ തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ മഴ ഇങ്ങനെ തുടർന്ന് മുമ്പോട്ട് പോകുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ അലർട്ടോടെ നിൽക്കാനാണ് ഇന്നത്തെ മീറ്റിങ്ങിലെടുത്ത തീരുമാനം. ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലേക്കുള്ള യാത്ര അടുത്ത 2 ദിവസത്തേക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യുക. പുറത്തുനിന്നുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ധാരാളം പേര് ഇന്ന് പല വീക്കെൻഡ് ആയതുകൊണ്ട് വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നു. അങ്ങനെയുള്ള യാത്ര ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കാക്കി അത്യാവശ്യ യാത്രകൾ ഒഴികെ എല്ലാം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും ഇടുക്കി ജില്ലയിലേക്കുള്ളത്. കാരണം മഴ ഈ രീതിയിൽ നിലനിന്ന് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും കൂടുതൽ സിറ്റുവേഷൻസ് അലർട്ടായി നിൽക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ട്രാഫിക്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് കളക്ടർ ലെവലിലെ ഒരു മീറ്റിംഗ് വൈകുന്നേരത്തോടെ വീണ്ടും ചേരും. അതനുസരിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ടിംഗ് വീണ്ടും ഉണ്ടാവും. ട്രാഫിക് ബാനോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അനാവശ്യ യാത്രകൾ ഇടുക്കിയിലേക്ക് ഒഴിവാക്കണമെന്നതിനെ സംബന്ധിച്ചാണ്. ഒപ്പം തന്നെ ഈ ദിവസങ്ങളിലായിട്ട്
ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു കോർഡിനേഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയതിൻ്റെ നല്ലൊരു പ്രതിഫലനമുണ്ടായി. ഞാൻ ആദ്യമേ അത് സൂചിപ്പിച്ചു. മറ്റ് പ്രശ്നങ്ങളില്ലാതെ വളരെ വേഗതയിൽ തന്നെ എല്ലാവരെയും മാറ്റി പാർപ്പിക്കാനൊക്കെ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലൊക്കെ അവിടെ അടുത്തൊക്കെ നിൽക്കുന്നവർക്കും ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ പെട്ടെന്ന് മഴ വന്നത് ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ക്യാമ്പുകൾ സജ്ജീകരണമായതുകൊണ്ട് പെട്ടെന്ന് മാറ്റാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒന്നാണ്. അപ്പം പ്രെഡിക്റ്റബിൾ അല്ല മഴയുടെ ഒരു സാഹചര്യം. ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ മഴ വളരെ വേഗതയിൽ വർദ്ധിച്ചു വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹൈ അലർട്ട് രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ മാറുന്നത്. കേരളത്തിലെ പൊതുവായ സ്ഥിതിവിശേഷങ്ങൾ പൂർണ്ണമായി അസസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് നേരിട്ട് തന്നെ അത് അവലോകനം ചെയ്താണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള റോഡ്സിൻ്റെ കണ്ടീഷൻസ് ഞങ്ങൾ പൂർണ്ണമായും, ഞാൻ നേരത്തെ പറഞ്ഞു, നാഷണൽ ഹൈവേ അതോറിറ്റീസിനെ പ്രത്യേകമായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് റോഡ്സിൻ്റെ സിറ്റുവേഷൻസും നോക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് ഇടിയാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യ യാത്രകൾ ഒഴികെ ഇടുക്കി ജില്ലയിലേക്കുള്ള യാത്രകൾ താൽക്കാലികമായി ഒഴിവാക്കണമെന്ന് പ്രത്യേകമായി റിക്വസ്റ്റ് ചെയ്യാനുള്ള കാരണവും അതുതന്നെയാണ്. അത് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇതിന് ശേഷം കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പൂർണ്ണമായും ബാൻ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് തീരുമാനമെടുത്ത് അറിയിക്കുന്നതായിരിക്കും. 34 അംഗ സംഘമാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. ആവശ്യമെങ്കിൽ കൂടുതൽ ഫോഴ്സിനെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും.